പരിക്കേറ്റ ആളുകളുടെ ഒന്നും സ്ഥിതി ഗുരുതരമല്ല എന്ന ആശ്വാസ വാർത്ത ഇന്ന് രാവിലെ അരുൺ പാറാട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും അവിടുത്തെ മികച്ച ചികിത്സാ സൗകര്യം ഇനിയെങ്കിലും ആളുകൾക്കത് പ്രയോജനപ്പെടട്ടെ. നമ്മുടെ കൂടുതൽ ദുഃഖവാർത്തകൾ ഉണ്ടാവരുത് എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളും ഇരിക്കുന്നത്. ഇന്ന് വരുന്ന രാവിലത്തെ വാർത്തകളും അത്തരത്തിൽ ആശ്വാസകരമാണ്. പരിക്കേറ്റവരുടെ എല്ലാം നില ആശ്വാസകരമാണ്, അല്ലെങ്കിൽ അവരുടെ നില ഗുരുതരമല്ല എന്നതാണ് രാവിലെ അരുൺ പാറാട്ട് പങ്കുവച്ച വിവരം. ഇനി കൊല്ലത്തേക്ക് ഒരിക്കൽ കൂടി ആനയുടെ സ്വദേശി ഷമീറാണ് കൊല്ലത്ത് മരിച്ചത്. അവിടെ നിന്ന് ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ 30 വയസ്സ് മാത്രമാണ് പ്രായം. ഏതാണ്ട് 2.5 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ ആളാണ് ഷമീർ. എപ്പോഴാണ് ഈ ഷമീറിൻ്റെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്? ഗോകുൽ, ഇന്ന് രാവിലെ തന്നെ ഷമീറിൻ്റെ അടുത്ത ബന്ധുക്കൾ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവർ 8 മണിയോടെ തന്നെ കൊച്ചിയിലെത്തിത്തരും. അതിനുശേഷം കൊച്ചിയിലുള്ള അന്തിമോപചാരം അർപ്പിച്ച മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നതാണ് ബന്ധുക്കളുടെ ലക്ഷ്യം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പള്ളിയിൽ പ്രത്യേക നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം ഈ ഖബറടക്കുക എന്നതാണ് ബന്ധുക്കൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് നിലവിൽ ഈ ആനേടിയിലെ വീട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിൽ ഈ മൃതശരീരം വയ്ക്കുന്ന ഘട്ടത്തിലായിരിക്കും അന്തിമ ഉപചാരം അർപ്പിക്കുക. എന്തായാലും ഷമീറിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു നഷ്ടമാണ്. കാരണം ഈ കുടുംബത്തിൻ്റെ ഏക അത്താണി ഷമീറായിരുന്നു. 9 മാസം മുമ്പാണ് ഏറ്റവും ഒടുവിൽ ഷമീർ നാട്ടിൽ വന്ന് മടങ്ങുന്നത്. 5 വർഷത്തോളമായി കുവൈറ്റിൽ ഈ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ആയൊരു മനുഷ്യനാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഒരു വിഷമം ഈ നാട്ടിലുണ്ട്. ഒപ്പം തന്നെ ഷമീറിൻ്റെ കാര്യത്തിൽ ഈ നാടുമായും സുഹൃത്തുക്കളുമായും വലിയ തോതിലുള്ള ബന്ധം വെച്ച് പുലർത്തിയൊരു വ്യക്തിയായിരുന്നു. ഈ അപകടമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഏറെ വൈകിപ്പോലും നാട്ടിലെ പല സുഹൃത്തുക്കളെയും വിളിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ സജീവമായിരുന്നു. ഭാര്യയെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിരുന്നു. അത്തരത്തിൽ വളരെ നാട്ടിൽ സജീവമായിരുന്ന ഒരാളെയാണ് ഈ നാട്ടുകാർക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മരണ വാർത്ത വന്ന ഘട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ വളരെ വൈകാരികമായാണ് ഷമീറിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചത്. ഈ ഷമീർ പല ആളുകളെയും വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാം തന്നെ പ്രതീക്ഷകളാണ് അവസാനിച്ചത്. എന്തായാലും ഷമീറിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ നാട്, ഷമീറിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉച്ചയോടെ തന്നെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഈ ഷമീറിൻ്റെ ഈ നാട്ടിലെത്തും, വീട്ടിലെത്തിച്ചേരും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് നിലവിൽ ബന്ധുക്കളുടെ തീരുമാനം. ഗോകുൽ, ജയശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഷമീറിൻ്റെ വീട്ടിൽ പരിസരത്ത് നിന്ന് ആനേടി സ്വദേശിയായ ഷമീർ കുവൈറ്റിൽ ഡ്രൈവറായിരുന്നു. 5 വർഷമായി അവിടെ ഡ്രൈവറായിരുന്നു. കഴിഞ്ഞ 2.5 വർഷം മുമ്പാണ് ഷമീറിൻ്റെ വിവാഹം നടന്നത്. ഏതായാലും അങ്ങനെ ഒരു പുതുജീവിതത്തിൽ അധികകാലം അങ്ങനെ ഒരു പുതുജീവിതം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈ മരണവും ദുരന്തവും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ആര്യനാട് സ്വദേശിയായ അരുൺ ബാബുവിൻ്റെ വീടിന് സമീപത്ത് നിന്ന് പ്രതീക്ഷ ചേരുന്നുണ്ട്. പ്രതീക്ഷ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ അങ്ങോട്ടേക്ക് പോയിട്ട്. ഈ അരുൺ ബാബു തിരിച്ച് എത്തുന്നത്, അല്ലെങ്കിൽ വീട്ടുകാർക്ക് തേടിയെത്തുന്ന ഒരു ദുരന്ത വാർത്തയും. ഇന്ന് തന്നെ സംസ്കാരം അടക്കം നടക്കുമോ? ഗൂഗിൾ തീർച്ചയായും. കാരണം അരുൺ ബാബുവിന്റെ മരണത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് ആര്യനാട്ടെ അരുൺ ബാബുവിന്റെ കുടുംബവും ഒപ്പം സുഹൃത്തുക്കളും ഉള്ളത്. മിനിങ്ങാന്ന് വൈകിട്ടോട് കൂടിയാണ് ഈ സംഭവം നടന്ന ഉടൻ തന്നെ അരുൺ ബാബുവിനെ കുടുംബം ബന്ധപ്പെട്ടെങ്കിലും അരുൺ ബാബുവിന്റെ ഫോണിൽ കിട്ടാതെ വന്നതോടെയാണ് കുടുംബത്തിന്റെ ആശങ്ക വർദ്ധിച്ചത്. പിന്നീട് അരുൺ ബാബു മിസ്സിംഗ് ആയിരുന്നു. പിന്നീട് ഈ കമ്പനിയും മറ്റ് അധികൃതരുമായും നോർക്കയുമായും ബന്ധപ്പെട്ടപ്പോഴാണ് ഇന്നലെ രാവിലെയോടുകൂടി തന്നെ അരുൺ ബാബുവിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ വൈകിട്ടും അരുൺ ബാബുവിന്റെ അമ്മയെ മരണവിവരം അറിയിച്ചിരുന്നില്ല. അരുൺ ബാബുവിന് ഭാര്യയും 2 പെൺമക്കളുമാണ് ഉള്ളത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. 7 മാസം മുമ്പാണ് അരുൺ ബാബു കുവൈറ്റിലേക്ക് പോയത്. നേരത്തെ 8 വർഷത്തോളമായി അരുൺ ബാബു കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നു. കോവിഡിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തുകയും പിന്നീട് ഈ പോകാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അരുൺ ബാബുവിന്റെ മാതൃ സഹോദരിയാണ് വീണ്ടും അതേ കമ്പനിയിൽ തന്നെ അരുൺ ബാബുവിനെ കുവൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനിടെയായിരുന്നു
സമയത്തായിരുന്നു ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാവുകയും ആ തീപിടുത്തത്തിൽ അരുൺ ബാബുവിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു അരുൺ ബാബു. സ്വന്തമായൊരു വീടായിരുന്നു, ആ ഒരു വീടെന്ന സ്വപ്നത്തിന് വേണ്ടിയാണ് ഈ വിദേശത്തേക്ക് അരുൺ ബാബു പോയത്. ആ ഒരു കഷ്ടപ്പാടിനൊടുവിലും ഒരു 15 സെന്റ് സ്ഥലം അരുൺ ബാബു വാങ്ങിയിരുന്നു. ഈ സ്ഥലത്ത് വീട് വയ്ക്കണം, അതുവരെ ഈ വിദേശത്ത് തുടരണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു അരുൺ ബാബുവിന് ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഈ തീപിടുത്തത്തിൽ ജീവൻ പൊലിഞ്ഞ സാഹചര്യം ഉണ്ടായത്. ഇന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന മൃതദേഹം ഒരു 11 മണിയോട് കൂടി തന്നെ നാട്ടിൽ എത്തുമെന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കഴിഞ്ഞ ദിവസം മന്ത്രി, ഈ മണ്ഡലത്തിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി GRNൽ ഇവിടെ എത്തിയിരുന്നു, കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. എന്തായാലും ഈ വലിയ ആ ഒരു വേദനയിൽ തന്നെയാണ് ഇപ്പോഴും ആര്യനാട്ടെ ഈ കുടുംബവും വീട്ടുകാരും നാട്ടുകാരും ഉള്ളത്. ഗോകുൽ. ശരി, കുവൈറ്റിൽ ഷോപ്പ് അഡ്മിനായിരുന്നു. 8 മാസം മുമ്പാണ് അവസാനമായി നാട്ടിൽ നിന്ന് തിരിച്ചു പോയത്. ദീർഘകാലം പ്രവാസ ജീവിതം, അതിനുശേഷം കോവിഡ് സമയത്ത് നാട്ടിലെത്തിയ അരുൺ ബാബു പക്ഷേ 8 മാസത്തിനിപ്പുറം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ചേതനയേറ്റിയ ശരീരമാണ് എത്തുന്നത്. ഭാര്യയും 2 പെൺമക്കളും, അങ്ങനെ ആ കുടുംബത്തിൻ്റെ സകല പ്രതീക്ഷകളും. അതിനപ്പുറത്തേക്ക് അരുൺ ബാബുവിനെ ആശ്രയിച്ച് ഒരുപാട് മനുഷ്യരുണ്ടാവാം, പക്ഷേ അവർക്കെല്ലാവർക്കും വലിയ വിങ്ങലാവുകയാണ് ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബുവിൻ്റെ മരണം. ഇപ്പോൾ ശ്യാംകുമാർ ചേരുന്നുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. ശ്യാം, ഇപ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടുത്തെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഗോകുൽ, റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നെടുമ്പാശ്ശേരിയിൽ ഈ കാർഗോ ടെർമിനലിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണ് ഈ ഒരുക്കങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ അന്തിമമായി പൂർത്തിയാക്കുന്നത്. കാരണം അല്പസമയത്തിനകം മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം ഇങ്ങോട്ട് എത്തിച്ചേരും. അതിനു മുൻപ് ആ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏകദേശം അല്പസമയത്തിനകം തന്നെ കുവൈറ്റിൽ നിന്നുള്ള വിമാനം അത് ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. വിമാനം എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കാർഗോ ടെർമിനലിന്റെ പ്രധാന കവാടം വഴി തന്നെയാകും മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ പൊതുദർശനത്തിനായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക്, ആ ടേബിളുകളിലേക്ക് എത്തിക്കുക. അതിന് മുൻപുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസുകളും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഏകദേശം 10ലധികം ആംബുലൻസുകൾ ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ അകത്ത്, കാർഗോ ടെർമിനലിൻ്റെ അകത്ത് മാത്രം പാർക്ക് ചെയ്തിട്ടുണ്ട്. പൊതുദർശനം കഴിഞ്ഞ ഉടൻ തന്നെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടുപോകുന്നുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ആംബുലൻസുകൾക്കും പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടാകുമെന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് SP-യുടെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ റവന്യൂ മന്ത്രി K. രാജൻ ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കാർഗോ ടെർമിനലിലെ മുന്നിൽ ആകും പൊതുദർശനം ഉണ്ടാകുക എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയാണ് അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ ഏകോപനങ്ങൾ വിലയിരുത്താനായി കൂടുതൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഗോകുൽ. ശരി, ശ്യാംകുമാറാണ് നെടുമ്പാശ്ശേരിയിലെ ക്രമീകരണങ്ങളെ പറ്റി വിശദീകരിച്ചത്. ഇനി ടോബി ജോൺസണിലേക്കാണ്, കോട്ടയത്തേക്കാണ് പോകുന്നത്. ടോബി, കോട്ടയം സ്വദേശികൾ ഈ അപകടത്തിൽപ്പെട്ടു. അവരുടെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ തീരുമാനമായിട്ടുണ്ടോ? ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഗോകുൽ, നമുക്ക് കോട്ടയത്ത് 3 പേരാണ് ഈ ഒരു അപകടത്തിൽ മരണമടഞ്ഞത്. എന്തായാലും അവരുടെ മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ബന്ധുക്കളും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്തിത്താനം സ്വദേശിയായിട്ടുള്ള ശ്രീഹരി എന്ന യുവാവിൻ്റെ ആ ഒരു വീട്ടിലാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീഹരി ജോലി തേടി വിദേശത്തേക്ക് പോയത്, കുവൈത്തിലേക്ക് പോയത്. അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ സമീപത്തായിട്ടായിരുന്നു ശ്രീഹരിയും ജോലി ചെയ്തിരുന്നത്. എന്തായാലും ഈ ഒരു അപകടത്തിൽ വലിയൊരു ദുഃഖമാണ് ഈ വീടിനുമുള്ളത്. രാവിലെ തന്നെ അച്ഛൻ ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉണ്ടാകില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. അത് നാളെ ആയിരിക്കും. ഇന്ന് മൃതദേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മോർച്ചറിയിൽ സൂക്ഷിക്കും. തുടർന്ന് നാളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ളൊരു തീരുമാനത്തിലേക്കാണ് കുടുംബം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാമ്പാടിയിലേക്ക് പോവുകയാണെങ്കിൽ പാമ്പാടിയിൽ സ്റ്റെഫിൻ്റെ മൃതദേഹം ഇന്ന് കൊണ്ടുവരും. അതിൻ്റെ ചടങ്ങുകൾക്കുള്ള നടപടി
നടപടികൾ അവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സമയം എപ്പോഴാണെന്നുള്ള കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഷിബുവിൻ്റെയും, അതായത് പായിപ്പാട് സ്വദേശി ഷിബുവിൻ്റെയും സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ നിലവിൽ ബന്ധുക്കൾ പറഞ്ഞിട്ടില്ല. എന്തായാലും മൃതദേഹം വന്നതിന് ശേഷം അല്ലെങ്കിൽ ബന്ധുക്കൾ കൂടി തീരുമാനിച്ച് വരും മണിക്കൂറുകളിൽ അക്കാര്യം അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗോകുൽ. കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താന സ്വദേശിയായ ശ്രീഹരി 27 വയസ്സുകാരനാണ്. കഴിഞ്ഞ ജൂൺ 8-നാണ് കുവൈറ്റിലേക്ക് പോകുന്നത്. ഏതാണ്ട് 5 ദിവസത്തിനിപ്പുറം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ചേതനയേറ്റ ശരീരമാണ്. താങ്ങാനാവാത്തതിലധികം സങ്കടമുണ്ട് കുടുംബത്തിന്. സ്റ്റെഫിൻ എബ്രഹാം സാബു 29 വയസ്സുള്ള പാമ്പാട് സ്വദേശി, ഒപ്പം പായിപ്പാട് സ്വദേശി തന്നെയായ ഷിബു വർഗീസ് 38 വയസ്സുകാരൻ. ഇങ്ങനെ 3 പേരാണ് കോട്ടയത്ത് മരിച്ചത്. അവരിൽ ശ്രീഹരിയുടെ സംസ്കാരം അത് ഇന്ന് ഉണ്ടാവില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ശ്രീഹരിയുടെ പിതാവും പ്രവാസിയായിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും വിഷ്ണു സുരേഷിലേക്ക്, നെടുമ്പാശ്ശേരിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. വിഷ്ണു, ഈ വിമാനം എപ്പോഴേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്? പുതിയ എന്തെങ്കിലും വിവരം ഇത് സംബന്ധിച്ച് നോർക്കയോ മറ്റ് ഏജൻസികളോ പങ്കുവെക്കുന്നുണ്ടോ? ഗൂഗിൾ നിലവിൽ 8:30 തന്നെ വിമാനം എത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം മൃതദേഹം അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ ഈ മൃതദേഹങ്ങളെ അനുഗമിച്ച് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള അറേഞ്ച്മെന്റ് ഒരുക്കിയിരിക്കുന്നത്. ആ ഷട്ടർ വഴിയായിരിക്കും മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കുക. തുടർന്ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തും. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലാണ് ആ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. ഇന്നിങ്ങോട്ടേക്ക് ഇതുവരെ ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളാരും തന്നെ എത്തിയിട്ടില്ല. ഒരു പക്ഷേ 8 മണിയോടുകൂടിയായിരിക്കും അവരെല്ലാവരും എത്തുക. ആംബുലൻസുകളെല്ലാം കൃത്യമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് ഈ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയായിരിക്കും ആംബുലൻസുകൾ പോകുക. അതിനെ അനുഗമിച്ച് പോലീസ് വാഹനങ്ങളും ഉണ്ടാകും. ഏകദേശം 60-ലധികം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതിനോടകം തന്നെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് അകമ്പടിയോടുകൂടിയായിരിക്കും പോകുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ മരിച്ച ആളുകളുടെയും മൃതദേഹം ഒരുപക്ഷെ ഈ കൊച്ചിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ നിന്ന് റോഡ് മുഖാന്തരം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അവസാനവട്ട പരിശോധനകളും സുരക്ഷാ നടപടികളൊക്കെ ശക്തമാക്കുന്നതിന് ഭാഗമുള്ള പരിശോധനകളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 7 മണിയോടുകൂടി അല്ലെങ്കിൽ 8 മണിയോടുകൂടിയായിരിക്കും മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാകുക. അന്തിമോപചാരം അർപ്പിക്കാൻ, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ചില പ്രവാസി സംഘടനകളും അത്തരം ആളുകൾക്ക് മാത്രമാണ് അവസരമുണ്ടാകുക. മറ്റ് പൊതുജന പ്രവേശനങ്ങളൊക്കെ കാര്യമായി തന്നെ വിലക്കിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിലേക്ക് അധികം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണുള്ളത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 10 മണിയോടുകൂടി തന്നെ ഈ വിമാനത്താവളത്തിലെ ചടങ്ങുകളെല്ലാം അവസാനിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോർക്കയുടെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. പോലീസുകാർ, സർക്കാർ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ എത്തും. മന്ത്രിമാരായ P രാജീവ്, K രാജൻ തുടങ്ങിയ ആളുകൾ ഇതിനോടകം രാവിലെ 5 മണിയോടുകൂടി തന്നെ വിമാനത്താവളത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ, അവസാനവട്ട ക്രമീകരണങ്ങളെന്ന് സർക്കാർ പ്രതികൾ തന്നെ ഒരുപക്ഷെ K രാജനോ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഔദ്യോഗികമായി പ്രതികരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി കുവൈറ്റിലേക്ക് പോയ ആളുകളാണ്. ചില ആളുകൾ വർഷങ്ങളോളം അവിടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അതോടൊപ്പം 4 ദിവസം മുമ്പ് പോയി മാത്രം പോയ ആളുകളുണ്ട്. അങ്ങനെ ഒരു വലിയ സ്വപ്നങ്ങളൊക്കെ തേടി കുട്ടികളുടെ വിദ്യാഭ്യാസവും സ്വന്തമായൊരു വീടുമൊക്കെ ആഗ്രഹിച്ച് പോയ ആളുകളാണ്. അവർക്ക് ഇത്തരത്തിൽ പെട്ടെന്നൊരു അവരുടെ സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച കുടുംബത്തിനെല്ലാം വലിയ വേദന നൽകിക്കൊണ്ട് വിട പറയുന്നത് ഹൃദയഭേദകമാണ്. നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമുള്ള വാർത്ത, സങ്കടമുള്ള കാര്യം. എന്തായാലും ഇനി ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി സർക്കാരും പൊതുസമൂഹവും ആകെ കൈകോർക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗൂഗിൾ. തീർച്ചയായിട്ടും ഒടുക്കം അവിടെ നിന്ന് കൈവീശി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയവർ ഇങ്ങനെയൊരു മടക്കം അവരാരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. തിരിച്ച് അതേപോലെ തന്നെ കൈവീശി ആ ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് കാത്തിരുന്ന മനുഷ്യരാണ് നാട്ടിലുള്ളത്. പക്ഷേ അവരുടെ മുന്നിലേക്ക് ചേതനയേറ്റ ശരീരമാണ് എത്തുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എല്ലാം അതിനപ്പുറത്തേക്ക് ആ മനുഷ്യർ അവരോട് ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന എത്രയോ കുടുംബങ്ങൾ, എത്രയോ മനുഷ്യരുടെ കൂടി വേദനയും വിങ്ങലുമായി മാറുകയാണ്. 23 മലയാളികൾ, ഒപ്പം 45 ഇന്ത്യക്കാരാണ് അവരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. താങ്ങാനാവാത്ത ദുഃഖം എല്ലാ വീടുകളിലും, എല്ലാ കുടുംബങ്ങളിലും ഒരു നിശ്ചലാവസ്ഥയുണ്ട്. ഇനി മുന്നോട്ടെന്ത് എന്ന ചോദ്യമുനയിലാണ് എല്ലാവരുടെയും ജീവിതം. തൃശ്ശൂരിൽ നിന്ന് ഇനി സൂരജ് സജിയാണ് ചേരുന്നത്. ചാവക്കാട് സ്വദേശിയായ ബിനോയാണ് തൃശ്ശൂരിൽ നിന്നുള്ള സ്വദേശിയായി, ഈ അപകടത്തിൽപ്പെട്ട തൃശ്ശൂർ സ്വദേശി ചാവക്കാട്
സ്വദേശിയായ ബിനോയ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എപ്പോഴാണ് ബിനോയുടെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്? ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ബിനോയുടെ കാര്യത്തിനും. ഏതാണ്ട് ഉഴമലക്കൽ സ്വദേശിയുടെയും ഒപ്പം നമ്മൾ ചങ്ങനാശ്ശേരിയിലെ ശ്രീരിയുടെയും ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഒരാഴ്ച പോലും ആയിട്ടില്ല ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് പോയിട്ട്. ഗൂഗിൾ, തീർച്ചയായും സ്വപ്നങ്ങൾ സ്വരുക്കൂട്ടി ദിവസങ്ങൾക്ക് മുൻപാണ് ബിനോയ് തോമസ് ഈ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചത്. ജോലിയിൽ പ്രവേശിച്ച് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ബിനോയെ സംബന്ധിച്ച് ബിനോയ് തിരുവല്ല സ്വദേശിയായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് ഈ തെക്കൻ പാലയൂരിൽ ഈ താമസമാക്കിയത്. അടുത്ത കാലത്താണ് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു ഷെഡ്, ചെറിയ വീടാണ്, ചെറിയ വീടെന്ന് പറഞ്ഞാൽ ഷെഡ് എന്നുള്ളതാണ് പറയാൻ നമുക്ക്. ആ ഷെഡ് കെട്ടി, ആ ഷെഡിന് ഇതുവരെ കെട്ടിട നമ്പർ പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ബാധ്യതകൾക്ക് നടുവിൽ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ 2 മാസം മുമ്പ് തിരുവല്ലയിലുള്ള ഒരു സുഹൃത്ത് മുഖാന്തരം ഈ വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ ഈ 2 മാസം കൊണ്ട് നടത്തിയ ശ്രമത്തിന്റെയൊക്കെ ഫലമായി കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് എത്തുന്നത്. പിന്നീട് 6-ാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ അപകടം നടന്ന അന്ന് 2:30 വരെ ഈ ഭാര്യയുമായി ഓൺലൈനിൽ മെസ്സേജ് അയക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഈ 2:30-ക്ക് ശേഷം ഈ ഓൺലൈനിൽ ബിനോയിയെ ലഭ്യമായിരുന്നില്ല. അതോടുകൂടിയാണ് ഈ കുടുംബത്തിനൊരു സംശയം തോന്നുന്നത് ബിനോയ് ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ പെട്ടിരിക്കുമോ എന്ന്. പക്ഷെ അപ്പോഴും ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഈ 2:30 വരെ ബിനോയ് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ പ്രവാസി ക്ഷേമ ബോർഡ് ചുമതലയുള്ള KV അബ്ദുൽ ഖാദറിനെ ഈ വിവരം അറിയിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഈ നോർക്കയുമായി എല്ലാം ബന്ധപ്പെട്ട് ഇത് വിവരങ്ങൾ കൈമാറി. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് കുടുംബം തന്നെ വിവരം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവിടെ എത്തി, ഈ മോർച്ചറിയിൽ എത്തി പരിശോധിക്കുന്ന സമയത്താണ് ഈ ബിനോയുടെ മൃതദേഹം തിരിച്ചറിയുന്നത്. ഈ നാടിനെ സംബന്ധിച്ച് വലിയ ഞെട്ടൽ ഉളവാക്കുന്ന വാർത്ത. പ്രത്യേകിച്ച് ഒരു കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി, ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി ദിവസങ്ങൾക്ക് മുമ്പ് ഈ നെടുമ്പാശ്ശേരി ടെർമിനലിൽ നിന്ന് സന്തോഷപൂർവ്വം യാത്രയാക്കിയതാണ് ബിനോയ്. പക്ഷേ ആ ബിനോയുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരുന്നത് ഈ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി മടങ്ങി വരുന്ന ഒരു ബിനോയിയാണ് കുടുംബം കാത്തിരുന്നതെങ്കിൽ ഇതാ ദുഃഖം താളം കെട്ടി നിൽക്കുന്ന നാട്ടിലേക്ക് ബിനോയുടെ ചേതനയേറ്റ മൃതദേഹം അല്പസമയത്തിനകം വരും. എന്തായാലും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജനടക്കം നിലവിൽ നെടുമ്പാശ്ശേരിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടും. എന്തായാലും മൃതദേഹം എത്തിച്ചതിന് ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളും മറ്റു കാര്യങ്ങളിലേക്കുമെല്ലാം കടക്കുക. ഗൂഗിൾ. ചാവക്കാട് സ്വദേശിയായ ബിനോയ് തോമസ് 44 വയസ്സുകാരനായിരുന്നു. ഒരാഴ്ച മുമ്പാണ് കുവൈറ്റിലേക്ക് സകല പ്രതീക്ഷകളുമായി വിമാനം കയറിയത്. പക്ഷേ തിരിച്ച് മടക്കം ചേതനയേറ്റ ശരീരമാണ്. കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം വലിയ വേദനയായി മാറുകയാണ് ബിനോയ് തോമസ്. സംസ്ഥാനത്താകെ എല്ലാ ജില്ലകളിലും പല ജില്ലകളിലും ഒന്നിലധികം ആളുകൾ മരിച്ചു. അങ്ങനെ വലിയ ദുഃഖാർത്തമായ സാഹചര്യമുണ്ട്. പ്രേക്ഷകർ പലരും ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിടത്തും ഒരു സർക്കാർ സംവിധാനവും അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രം പറയുന്നു. അക്കാര്യത്തിൽ ഇനി സംശയം വേണ്ട. അവധി ഇതുവരെയും സർക്കാർ ഔദ്യോഗികമായി ഒരു അവധിയും പ്രഖ്യാപിച്ചിട്ടില്ല.